co-presented by Berger Paints, 100 Years of Trust, and ICL Fincorp. ICL Fincorp, the intelligent choice. Co-powered by Chungat Jewellery. ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും പറയും ഒന്നും മണിപ്പൂര്, ഒന്ന് ജാതീയമായിട്ട് പറയും. കാരണം ഇവിടെ കേരളത്തിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്, കേരളത്തില് മതന്യൂനപക്ഷങ്ങള് BJPയോട് അടുക്കുന്നു കണ്ടപ്പോൾ നിങ്ങൾക്കുള്ള ആശങ്കയാ. ഒന്ന്, രണ്ട്, ചേട്ടമിട്ടാണ്ടിക്ക്. പിന്നെ ഇവിടെ സർവ്വ സാധനങ്ങൾക്ക് വില കൂടി. വൈദ്യുതി, വെള്ളക്കരം, അതുപോലെ തന്നെ ബിൽഡിംഗ് ടാക്സ് 300 രൂപ ഉണ്ടായിരുന്നത് 3000 അടയ്ക്കണം സർവ്വ മേഖലയും. പിന്നെ നിങ്ങൾ പറഞ്ഞു കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല പുരോഗതി. ചേട്ടാ, 56 വയസ്സായി എനിക്ക്. എന്റെ മകനെ കോളേജിൽ വിടുവാൻ ഭയമാ. കാരണം സിദ്ധാർത്ഥൻ കേട്ടില്ലേ, 4 ദിവസം കൊടും പീഡനം. കോളേജിൽ വായനശാലയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇടിമുറി. SFI കിരാത രാഷ്ട്രീയം നടത്തി. SFI കിരാത രാഷ്ട്രീയം, SFIയുടെ ഗുണ്ടായിസം കേരളത്തിൽ. ഒരു മിനിറ്റ്, ഈ നടത്തിയപ്പോ സുനിൽ കുമാർ എവിടെയായിരുന്നു? പിണറായി വിജയൻ എവിടെയായിരുന്നു? ഇവിടെ രാഷ്ട്രീയ കൊലപാതകം CPMന്റെ ഭാഗത്ത് നിന്ന് കോൺഗ്രസുകാരൻ ഭരിക്കുന്നു, മുസ്ലിം ലീഗുകാരൻ ഭരിക്കുന്നു, BJPക്കാരൻ ഭരിക്കുന്നു. എവിടെയായിരുന്നു പിണറായി? പറയൂ നിങ്ങള്. കേൾക്കണ്ടേ? ഒന്ന് രണ്ട് ചോദ്യങ്ങൾ. ഒന്ന് നേരത്തെ അദ്ദേഹം പറഞ്ഞതിലും തുടങ്ങട്ടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞതിൽ തുടങ്ങട്ടെ. ഇപ്പൊ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. സിദ്ധാർത്ഥന്റെ പ്രശ്നമൊക്കെ അറിയാം. അവിടെ ഇടതുപക്ഷം ചെയ്ത നീതികേടും SFI എന്ന് പറയുന്ന ഒരു ഫാസിസ്റ്റ് സംഘടന ചെയ്തും ഒക്കെ നമുക്കറിയാം. പക്ഷെ നിങ്ങൾക്ക് അതിനെ എങ്ങനെ വിമർശിക്കാനുള്ള എന്താ അവകാശമുള്ളത്? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിൽ വിദേശ വിദ്യാർത്ഥികൾ നമസ്കരിച്ചുകൊണ്ടിരുന്ന വിദേശ വിദ്യാർത്ഥികളെ ഞാൻ സംസാരിക്കട്ടെ പ്ലീസ്. നിങ്ങളുടെ കൂലിപ്പടയാളികളല്ലേ ചെയ്ത് ആക്രമിച്ചത്? ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലൊക്കെ ഈ പൗരത്വ ബില്ലിനെതിരെയുള്ള സമരങ്ങൾ ഉണ്ടായപ്പോൾ അതിന് നിങ്ങളുടെ പോലീസും പട്ടാളവും എങ്ങനെ നേരിട്ടത്? BJPക്കാരാ? ഇതിനാദ്യം മറുപടി പറയണം. ഇനി അടുത്ത് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന BJP പ്രതിനിധിയോട് ചില കാര്യങ്ങളിൽ ഓർമ്മ വേണം. നമുക്ക് ഓർമ്മ വേണം. ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾ സഹിഷ്ണുത കാണിക്കൂ. നിങ്ങൾ സഹിഷ്ണുത കാണിക്കൂ. ഞാൻ ചില കാര്യങ്ങൾ ഒന്ന് നമ്മുടെ BJPയുടെ സുഹൃത്തിനെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക. ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തില് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ BJPയുടെ ഇരട്ടത്താപ്പിന് അദ്ദേഹം ഒരു വിശദീകരണം നൽകട്ടെ. ഇവിടെ കോടതി വിധി ഉണ്ടാവുന്നതിന് മുൻപും സുപ്രീം കോടതി വിധി, സുഹൃത്തെ നിങ്ങൾ മനസ്സിലാക്കൂ, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കൂ. സുപ്രീം കോടതി വിധി ഉണ്ടാവുന്നതിന് മുൻപ് ശബരിമലയിലെ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തിന്റെ പേര് RSS എന്ന. ശബരിമല വിധി വന്നതിന് ശേഷവും ജനഭൂമി പത്രത്തിൽ നിങ്ങൾ സഹിഷ്ണുത കാണിക്കൂ. ശബരിമലയിൽ സ്ത്രീകളെ രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ നിഷേധിച്ചോളൂ. നിങ്ങളത് നിഷേധിക്കും. നിങ്ങൾക്കത് അല്ലല്ല, ഞാൻ പറയട്ടെ, എന്താ നിങ്ങൾക്ക് അസഹിഷ്ണുത? സത്യം പറയുമ്പോ എന്താ അസഹിഷ്ണുത? ഞാനൊന്ന് സംസാരിക്കട്ടെ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, നമ്മളൊരു മീഡിയയുടെ മുമ്പിൽ നിന്നല്ലേ സംസാരിക്കുന്നേ?
എവിടെ പറഞ്ഞത്? ആരാ പറഞ്ഞത്? കാണിച്ചോ? കാണിക്ക്. ഇതിനകത്ത് അതിന്റെ തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞാൽ എങ്ങനെ കൊണ്ടുവരും? ഇനി ഇത് പറഞ്ഞു സംസാരിക്കാൻ സംഭവിക്കില്ല. പിന്നെ അതിൽ നിന്ന് ഇവിടുത്തെ പാവപ്പെട്ട ഹിന്ദുവിന്റെ വോട്ട് നേടിയെടുക്കാൻ കഴിയുമെന്ന് വന്നപ്പോൾ BJP നയം മാറ്റി. ഇതുണ്ടായത്. ഇതല്ലേ യാഥാർത്ഥ്യം? 1. 2, മണിപ്പൂർ വിഷയത്തെ കുറിച്ച് സംസാരിച്ചു. മണിപ്പൂരിൽ 200ഓളം പള്ളികൾ തകർക്കപ്പെട്ടു. എന്നിട്ട് ഇവരറിഞ്ഞില്ലെന്നാ പറയുന്നത്. ഇവരുടെ മുഖ്യമന്ത്രിയല്ലേ അവിടെ ഭരിക്കുന്നത്? ഇവരുടെ ഭരണമല്ലേ? ഈ രാജ്യത്തെ പ്രധാനമന്ത്രി ഒരു വാക്ക് മിണ്ടിയോ അതിനെക്കുറിച്ച്? അതിന് നിങ്ങൾ സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായിട്ട് എങ്ങനെ സമീകരിക്കും? 100 കണക്കിന് മനുഷ്യർ കൊന്നു മറ്റേ അവർ നിങ്ങളുടെ കൂലി പടയാളികളെ കൊണ്ട് കൊല ചെയ്യപ്പെട്ടപ്പോ അതിനെക്കുറിച്ച് നിങ്ങൾ മിണ്ടുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം, അല്ലല്ല പറയട്ടെ, ഇനി ഇതിനെക്കുറിച്ച് ആയിക്കോട്ടെ ഇനി ഇതിനെക്കുറിച്ച് ഒരു കാര്യം കൂടി പറയാം. മണിപ്പൂരിനെ കുറിച്ച് ജന്മഭൂമിയിലും കേസരിയിലും വരുന്നത് മാത്രം വായിച്ചാൽ പോരാ. ഇവിടെ നിങ്ങൾ ജോർജ് കള്ളിവേല ഒരു പുസ്തകമുണ്ട്. മാധ്യമത്തിന് വായിച്ചാൽ പോരാ. ജയ്ഹിന്ദ് മാത്രം കണ്ടാ പോരാ. ജയ്ഹിന്ദ് വേണ്ട, പറയുന്നത് കേൾക്കൂ. അപ്പൊ നോക്കൂ, ഒരു മലയാളി മാധ്യമ പത്രപ്രവർത്തകർ ജോർജ് കള്ളിവയൽ ഇവിടെ ഇന്ത്യൻ ആർമിയുടെ സുരക്ഷിതത്വത്തിന്റെ കീഴിൽ മണിപ്പൂരിൽ പോയിട്ട് സന്ദർശനം നടത്തി എഴുതിയ പുസ്തകമുണ്ട് സുഹൃത്തെ. അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇല്ല. ഇനി നിങ്ങൾ അന്ത്യോദയ എന്ന് പറഞ്ഞല്ലോ. ഈ BJPയുടെ എന്താ പറയാ, അവരുടെ ദർശനം എന്താ? അന്ത്യോദയ. ഈ പ്രസംഗത്തിന് അല്ലല്ല, ഇതാണ് നിങ്ങളോടുള്ള ചോദ്യം. ഈ ചോദ്യം ചോദിക്കാൻ ചോദ്യം പറയൂ. അന്ത്യോദയ എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ അന്ത്യോദയ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ മൊത്തം സ്വത്തിന്റെ 40% കൈയാളുന്നത് ആരാ? 1% കോർപ്പറേറ്റുകളല്ലേ? 50% പേരുടെ കയ്യിലുള്ളത് 3% സ്വത്താ. ഈ രാജ്യത്തെ പകുതി മനുഷ്യന്റെ കയ്യിലുള്ളത് 3%. നിങ്ങൾ ഉന്നയിക്കുന്ന വികസനം ആരുടെ വികസനമാ? ഇതാണ് ചോദ്യം. മുഖ്യമന്ത്രി അവിടെ ഒന്നും പോയില്ല അല്ല, സിദ്ധാർത്ഥന്റെ മരണം തെറ്റായിരുന്നുവെന്നും അതിൽ പ്രതികളായ ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം നടത്തി കുറ്റക്കാരെ ശിക്ഷിക്കാനുള്ള തീരുമാനമാണ് LDF എടുത്തിരിക്കുന്നത്. ഒരിക്കലും SFIയുടെ നിലപാടിന് അവിടെ നടന്ന ഇതിനെ ഒരാൾ ന്യായീകരിച്ചിട്ടില്ല. ആര് തെറ്റ് ചെയ്താലും അവരുടെ പേരിൽ കർശനമായ നടപടി സ്വീകരിക്കും എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഒറ്റക്കാര്യം അല്ല, അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ പറയുന്ന വളരെ സമാധാന അന്തരീക്ഷമാണല്ലോ ഉത്തരേന്ത്യയിൽ. ഇപ്പൊ പറഞ്ഞല്ലോ, ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ. നിങ്ങൾ അങ്ങനെ ബഹളം വെച്ചോണ്ടൊന്നും അവസാനിക്കില്ല. ഇവിടെ കൃത്യമായി നിലപാട് പറഞ്ഞിട്ടുണ്ട്. അത്തരം ഒരു കാര്യം അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞു. നടപടി സ്ഥിരമായി നോക്കൂ. നിങ്ങള് സ്ഥിരമായിട്ട് നൂറുകണക്കിന് ആളുകളെ തല്ലിക്കൊല്ലുന്ന സംസ്ഥാനങ്ങളാ UP, ഉത്തരേന്ത്യയില്. യെസ് അതെ. അല്ല, ഞാൻ മറുപടി പറയുമ്പോ ഞാൻ മറുപടി പറയണം. ഞാൻ സംസാരിച്ചിട്ട് അവര് പറഞ്ഞത് എങ്ങനെയാ? അല്ല, അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, വിലക്കയറ്റത്തെ കുറിച്ച് ആ സുഹൃത്ത് പറഞ്ഞു. രാജ്യത്തെ വിലക്കയറ്റത്തിന്റെ സ്ഥിതി എന്താ സുഹൃത്തെ? രാജ്യത്തെ വിലക്കയറ്റത്തിന്റെ സ്ഥിതി എന്താ? 50 രൂപയ്ക്ക് പെട്രോൾ നിജപ്പെടുത്തുമെന്ന് പറഞ്ഞ ആളാണ് നരേന്ദ്രമോദി 10 കൊല്ലം മുമ്പ്. ഇപ്പൊ പെട്രോളിന്റെ വില എന്താ? കുക്കിംഗ് ഗ്യാസിന് 400 രൂപയായിരുന്നു 2014. ഇപ്പൊ എന്താ വില? ഈ നാട്ടിലെ വിലക്കയറ്റത്തിന്റെ കാരണക്കാരൻ നരേന്ദ്രമോദിയാണ്. കേന്ദ്ര ഗവൺമെന്റ് നയങ്ങളാണ്. ആ നയത്തിന്റെ ഭാഗമായിട്ടാണ് രാജ്യത്ത് മുഴുവൻ വിലക്കയറ്റം ഉണ്ടാവുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള വിലക്കയറ്റം മാത്രമേ കേരളത്തിൽ വന്നു. ശബരിമല വന്നു, മറ്റു വിഷയങ്ങൾ താങ്കളെ കുറച്ചു നേരം സംസാരിക്കുന്നില്ല. വളരെ പെട്ടെന്ന് എല്ലാത്തിനും മറുപടി പറയണം. മണിപ്പൂരിൽ ഒറ്റ ആശങ്ക ഇന്ത്യൻ ജനതയ്ക്കുള്ളൂ. അവിടെ 2 വംശങ്ങൾ തമ്മിലുള്ള തർക്കമാണ്. പക്ഷേ നശിക്കപ്പെടുന്നത്
അല്ലെങ്കിൽ തകർക്കപ്പെടുന്നത് ക്രൈസ്തവ ദേവാലയങ്ങൾ മാത്രമാണ്. അതിന്റെ മറുപടിയാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്, പറയേണ്ടത്. കാരണം രാജ്യത്ത് കലാപം ഉണ്ടായിക്കഴിഞ്ഞാൽ കലാപകാരികൾ പല സ്ഥലത്തേക്കും പോകും. എല്ലാ സ്ഥലങ്ങളിലും കലാപം ഉണ്ടായാൽ അവിടെ പുല്ലുപോലും മുളയ്ക്കാത്ത രീതിയിൽ നശീകരണം നടക്കും. പക്ഷേ മണിപ്പൂരിൽ കലാപം ഉണ്ടായിക്കഴിഞ്ഞാൽ ക്രൈസ്തവ ദേവാലയങ്ങൾ മാത്രം തകർക്കപ്പെടുന്നു. അതിന്റെ കാരണം കേന്ദ്ര ഭരണകൂടം പറയണമെന്ന് ഇന്ത്യൻ ജനതയ്ക്ക് ആശങ്കയുള്ളൂ. ആ മറുപടി കേൾക്കാൻ വേണ്ടി ഇന്ത്യൻ ജനത പറയുന്നത്. അല്ലാതെ നരേന്ദ്രമോദിയെ കാണുമ്പോൾ BJP ഇതര ശക്തികളെല്ലാം മണിപ്പൂർ എന്ന് പറയുന്ന അയാൾ കളിയാക്കി പറയുന്നതല്ല. ഇതിൽ ആശങ്കയാണ് അറിയേണ്ടത്. മറ്റൊരു സുഹൃത്ത് പറഞ്ഞ നേരത്തെ വത്സരാജേനും കൂടി സപ്ലിമെന്റ് ചെയ്ത പെൻഷൻ സംവിധാനത്തെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ടതുണ്ട്. 2011 വരെ കേരളത്തിൽ വാർദ്ധക്യകാല പെൻഷൻ എത്ര പേർക്ക് കിട്ടുമെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിയായിരുന്ന പഴയ ഡെപ്യൂട്ടി മേയർക്ക് അറിയാം. എന്താ അവസ്ഥ അറിയോ? കേരളത്തിലെ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുന്നവരെ വാർദ്ധക്യകാല പെൻഷൻ കിട്ടണമെങ്കിൽ നിലവിൽ നമ്മൾ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്താൽ ആ പഞ്ചായത്തിന് 100 പേരുടെ കോട്ടയാണെങ്കിൽ ആ 100 പേരിൽ ആരെങ്കിലും മരിച്ചാലാണ് 101ാമത്തെ ആളുടെ പേര് അതിലേക്ക് കയറി വരുള്ളൂ. ഇവിടെ ഇടതുപക്ഷം, അതായത് VS അച്യുതാനന്ദന്റെ ഭരണം കഴിഞ്ഞ് പോയ അവസ്ഥയാണ് കേരളത്തിൽ. ആ സംവിധാനത്തെയാണ് പ്രിയമുള്ളവരെ ശ്രീമാൻ ഉമ്മൻചാണ്ടി ലോക മാനവരാശിക്ക് തന്നെ മാതൃകയായി ഈ തേക്കുംകാട് മൈതാനത്തടക്കം ലക്ഷക്കണക്കിന് ആളുകളെ നേരിൽ കണ്ട് പെൻഷൻ സംവിധാനം ഭേദഗതി നടത്താൻ പുതിയ 40 ഉത്തരവ് കൊണ്ടുവന്നു. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഒരു ഉത്തരവ് വരണമെങ്കിൽ ആ ഉത്തരവ് പുറത്തിറങ്ങണമെങ്കിൽ IAS-കാരൻ കോഴിമുട്ടവയിൽ തള്ളക്കോഴി അടയിരിക്കുന്ന പോലെ അടയിരിക്കണം. പക്ഷേ ഇവിടെ ആരും അടയിരുന്നല്ല. ഈ തേക്കിൻകാട് മൈതാനത്തിലടക്കം രാവിലെ 7 മണിക്ക് അമ്മമാർ, സഹോദരിമാർ അവർ വന്നു പറയുന്നു, ഞാനൊരു വിധവയാണ്, എനിക്ക് വിധവാ പെൻഷൻ കിട്ടുന്നില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ എന്റെ മകന് 18 വയസ്സ് പൂർത്തീകരിച്ചു. 18 വയസ്സെന്ന് പറഞ്ഞാൽ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ. ആ നമ്മുടെ VS അച്യുതാനന്ദൻ ഭരണം ഒഴിഞ്ഞു പോകുമ്പോൾ ഈ രാജ്യത്ത് ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന കുട്ടിക്ക് സ്വന്തമായി വരുമാനമുണ്ടെന്നായിരുന്നു ഇവിടുത്തെ രേഖ. ഇതിനെ മാറ്റിമറിച്ച് പുതിയ 40 ഉത്തരവ് കൊണ്ടുവന്ന് അക്കാലത്ത് 2010 മുതൽ 2015 വരെ ജനപ്രതിനിധി ആളുകൾക്കറിയാം കേരളം സമ്പൂർണ്ണ സാമൂഹ്യക്ഷേമ പെൻഷൻ പഞ്ചായത്തായി പ്രഖ്യാപിക്കുകയും ആ പഞ്ചായത്തുകൾ പലതും CPM-ന്റെയും BJP-യുടെയും ഭരണമുള്ള പഞ്ചായത്തുകൾ ഉദ്ഘാടനം നടത്തിയാണ്. ആ പറയുന്ന പെൻഷൻ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ണിയേട്ടന് അവസരമുണ്ട്. നമ്മൾ തമ്മിൽ തർക്കമില്ല, ആശയത്തിലെ തർക്കമുള്ളൂ. ഉണ്ണിയേട്ടന് അവസരമുണ്ട്. ആ പെൻഷൻ സംവിധാനം ഇപ്പൊ എന്താ അവസ്ഥ? 7 മാസം മുടക്ക് അതിലൊരു മാസം കൊടുത്തു. അതിൽ നമ്മൾ അറിയണം. നേരത്തെ പറഞ്ഞില്ലേ 50 രൂപയുടെ പെട്രോൾ പറഞ്ഞല്ലോ, 16 മാസം മത്സരേട്ടാ. നിങ്ങളുടെ ഇപ്പോഴത്തെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി തോമസ് ഐസക്ക് ഞാനും ചേട്ടനും പൂരപ്പറമ്പിൽ പറയുന്ന പോലെയല്ല, കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് വളരെ കൃത്യമായി രേഖാമൂലം മറുപടി കൊടുത്തു. 3 മാസമാണ് UDF ഭരിക്കുമ്പോൾ മുടങ്ങി എന്ന് പറഞ്ഞ് വത്സരാജേട്ട ഞാനല്ല, അല്ലെങ്കിൽ ലീഗിന്റെ പ്രതിനിധിയല്ല, കേരള കോൺഗ്രസിന്റെ പ്രതിനിധിയല്ല, നിങ്ങളെ ഇപ്പോൾ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്ക് ധനകാര്യമന്ത്രിയായിരിക്കുമ്പോൾ മറുപടി കൊടുത്തതിൽ പറഞ്ഞത് 3 മാസമാണ് മുടങ്ങിയതിന് കാരണം പറഞ്ഞിരുന്നു. കാരണം എന്താ? ബാങ്കിംഗ് സംവിധാനത്തെ പോസ്റ്റ് ഓഫീസ് വഴിക്ക് വന്ന പെൻഷൻ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് മാറ്റിയപ്പോൾ ഉണ്ടായ സാങ്കേതിക തകരാറ് മൂലമാണ് 3 മാസം മുടങ്ങിയെന്ന് കേരള നിയമസഭയിൽ പറഞ്ഞതാണ്. നിഷേധിക്കണേ, നിങ്ങൾക്ക് നിഷേധിക്കാം. ഒന്നുകൂടി പറഞ്ഞു തീർത്തോട്ടെ. ഇവിടെ കുറെ ചർച്ച ചെയ്ത ആരോഗ്യരംഗം ഞങ്ങൾ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ. കേരളം ഭരിച്ച രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിൽ ഇതര സംസ്ഥാനങ്ങൾ ഭരിച്ചല്ലോ. അവിടെയൊന്നും ഈ വത്സരാജേട്ടൻ പറയുന്ന ആരോഗ്യരംഗത്തെ സൂചിക കണ്ടില്ലല്ലോ. വെറുതെ അനാവശ്യമായി 8 കാലം മമ്മൂഞ്ഞ് പണി നടത്തല്ലേ. വിദ്യാഭ്യാസ മേഖലയിൽ 5 വയസ്സ് പൂർത്തീകരിച്ച ഒരു മലയാളിയുടെ കുട്ടി ജൂൺ 1-ാം തീയതി ഉണ്ടെങ്കിൽ അവൻ സ്കൂളിൽ പോകും. അത് കേരളത്തിലാണ്. പക്ഷേ കേരളത്തിൽ ഈ CPM ഭരിച്ച കേരളം മാത്രമല്ല, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ബംഗാളിലും ത്രിപുരയിലും കണ്ടില്ലല്ലോ. പ്രിയമുള്ളവരെ, നാം അറിയേണ്ടതുണ്ട്, ഈ രാജ്യം കേരളത്തിൽ നേടിയെടുത്ത നവോത്ഥാന നേട്ടങ്ങൾ കേവലം ഇവിടെ ഭരിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ മാത്രം പിൻബലം കൊണ്ടല്ല. ഇവിടുത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളായ സാമൂഹ്യ സംഘടനകൾ, ഒട്ടനവധി മതസ്ഥാപനങ്ങൾ, അവരുടെ വലിയ ഇടപെടലുണ്ട്. നാം ഇന്ന് സംസാരിക്കുന്നത് എവിടെയാ? തൃശൂർ പട്ടണത്തിലെ ഇവിടുത്തെ 100 വർഷം പഴക്കമുള്ള സ്ഥാപനമാരുടെയാ? ഇവിടുത്തെ വലിയ സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനം. 125 വർഷം പഴക്കമുള്ള സ്കൂളുകൾ ഇവിടെയുണ്ട്. ഇതൊന്നും ഞാൻ സൂചിപ്പിച്ചു വന്ന് 8 കാലി മമ്മൂഞ്ഞ് പണി നടത്തലേ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ നേട്ടങ്ങളെ കുറിച്ച് പറയാം. ഞാൻ പറഞ്ഞല്ലോ, പെൻഷൻ സമ്പ്രദായം കൊണ്ടുവന്നപ്പോ അത് പ്രത്യുൽപാദനപരമല്ല,
എന്ന് പറഞ്ഞ് പെൻഷൻ നടപ്പാക്കാൻ പാടില്ലെന്ന് വാദിച്ചവരാണ് പ്രതിപക്ഷം. മത്സരാജേട്ടാ, ഒന്നാം പിണറായി സർക്കാരിൽ 2 വർഷം അപേക്ഷ പോലും സ്വീകരിക്കാതെ പൂട്ടിവെച്ചു. പഴയ കഥ പറയിപ്പിക്കല്ലേ. അപേക്ഷ പോലും സ്വീകരിക്കാതെ 2 വർഷം പൂട്ടിവെച്ചു. മറുപടി പറയേ. ശ്രീകുമാർ പറഞ്ഞിടത്തൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. 600 രൂപയിൽ നിന്ന് 1600 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. അത് ഇപ്പൊ 65 ലക്ഷം പേർക്കാണ് കൊടുക്കണത്. ചേട്ടാ, ഇനി ഞാൻ ചോദിക്കട്ടെ, ഇത് സർക്കാരിന്റെ പണം, ഇത് അംശാദായം കൊടുക്കുന്ന കെട്ടിട തൊഴിലാളി 12 മാസമായി. എന്തും മറുപടി അതിന് പറയാനുള്ളത്? ശ്രീകുമാർ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞോട്ടെ. ശ്രീകുമാർ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലല്ലോ. 1600 രൂപ വെച്ച് 65 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്ന സമ്പ്രദായം അല്ല. ഞങ്ങൾ അതൊക്കെ പറഞ്ഞോളാം. ഇത് ഞാൻ മറുപടി പറഞ്ഞോട്ടെ. പിന്നെ കേരളത്തിലെ കാര്യം പറഞ്ഞല്ലോ. ഈ തൃശ്ശൂർ നിന്നിട്ടല്ലേ നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ മാവേലി സ്റ്റോർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആരംഭിച്ചപ്പോ വാമന സ്റ്റോർ ഉദ്ഘാടനം ചെയ്ത മണ്ണാണ് ഈ തൃശ്ശൂരിന്റെ തേക്കിൻകാട് മൈതാനം. അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീമാൻ കെ കരുണാകരനാണ് ഇവിടെ വാമന സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത്. മാവേലി സ്റ്റോറിൽ ആരെങ്കിലും പോയവരുണ്ടെന്ന് ഇപ്പൊ മാവേലി സ്റ്റോറിൽ പോയവരുണ്ട്. 13 അത്യാവശ്യ സ്റ്റോക്ക് എന്താ? ഇത് വെറുതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെറുതെ പുറംപൂച്ച് പറഞ്ഞ് ഒരു പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കല്ലേ. അത്തരം പ്രസ്താവനകൾ നടത്തിപ്പോകാൻ നിങ്ങൾ സത്യം പറഞ്ഞാൽ അംഗീകരിക്കാം. വളരെ ന്യൂസ് 18 മറുപടി അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയട്ടെ. നിങ്ങൾ ഇതിനെ കുറെ ചോദ്യം ചോദിപ്പിച്ചു. ഇവര് വാമന സ്റ്റോറും മാവേലി സ്റ്റോറും ഒക്കെ നടത്തിയാലും മൊത്തത്തിൽ ഒരു സ്റ്റോറിൽ അവിടെ നടത്തുന്നത്. എന്തിനാണ് ഇത്ര തർക്കിക്കുന്നത്? കോയമ്പത്തൂർ കഴിഞ്ഞ ഒറ്റ സ്റ്റോറാ, പിന്നെ എന്തിനീ തർക്കം? വാമനയിലും മാവേലിയിലും ഒറ്റ തുറക്കം. അദ്ദേഹം പറഞ്ഞ 2-3 കാര്യങ്ങൾക്ക് ഉത്തരം പറയണം. അതിന് ദയവായി എനിക്ക് സമയം തരണം. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് RSS പറഞ്ഞിട്ടാണ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയത്. പൊന്നു സഹോദരൻ, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. ശരി, അപ്പോ RSSന്റെ ഏതെങ്കിലും നേതാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്താന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതെങ്കിലും നേതാവ്. പക്ഷേ RSSന്റെ ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങൾ സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞവര് അതിന് ആൾക്കാരുണ്ട്. അങ്ങനെ സംഘടന ഔദ്യോഗികമായിട്ട് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളല്ല. അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസവും രാജ്മോഹൻ ഉണ്ണിത്താൻ മുരളീധരനെ കുറിച്ച് പറഞ്ഞതൊക്കെ ഞാൻ അവിടെ പറയേണ്ടി വരും. അല്ല ഞാൻ പറഞ്ഞിട്ടില്ല. മുരളീധരൻ പറഞ്ഞത് ഈ നാട്ടിലെ ഏറ്റവും വലിയ മോശ സ്ത്രീയാണ് മുരളീധരൻ എന്ന് പറഞ്ഞത്. രാജ്മോഹൻ ഉണ്ണിത്താന്റെ വീഡിയോ ഉണ്ട്. ഞാനത് ഉദ്ധരിക്കില്ല, എന്റെ സംസ്കാരമല്ലത്. പക്ഷേ ഈ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയത് പിണറായി വിജയനും അന്നത്തെ കൃഷിമന്ത്രിയായിരുന്നു സുനിൽകുമാറും കൂടിയിട്ടാണ്. അതിന് സംശയമില്ല. പിന്നെ മണിപ്പൂരിൽ മത്സരാജായിട്ട് ഒരു മുത്തെന്നാണ് പറഞ്ഞു. അതിന്റെ ഇടയിൽ കൂടെ ഒരു ബിഷപ്പ് പറഞ്ഞു ഉത്തരം അവിടെ. ഞാൻ പറയട്ടെ വത്സരാജേട്ട, തൃശൂർ ബിഷപ്പ് എന്തിനാണ് നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ ഉത്തരേന്ത്യയിലേക്ക് പോകേണ്ടത്? പാമ്പ്ളാനിയാലും ഞാൻ പറയട്ടെ, കമ്മ്യൂണിസ്റ്റുകാര സഹിഷ്ണുത അല്ല കുഴപ്പമില്ല. തൃശൂർ ബിഷപ്പോ പാമ്പ്ളാനി ബിഷപ്പോ ഒരു ബിഷപ്പും മണിപ്പൂരിൽ കലാപം പറഞ്ഞിട്ടുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകാർ വായ തുറക്കുന്നത് മറ്റേ ഭക്ഷണം കഴിക്കാനും നുണ പറയാനാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറയും. ഞാൻ പറഞ്ഞത് ഒരു ബിഷപ്പും അല്ല, നമ്മുടെ തൃശൂർ ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തു പിതാവ് മണിപ്പൂർ സന്ദർശിച്ചല്ലോ. അദ്ദേഹം പറഞ്ഞോ മണിപ്പൂരിൽ കലാപം ഉണ്ടാക്കിയത് BJP ആണെന്ന്? അദ്ദേഹം പറഞ്ഞോ? ഒരു പാമ്പ്ളാനി ബിഷപ്പും. പിന്നെ ഇവിടെ അതിന്റെ ഇടയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലേ നമ്മുടെ സഖാവ് കയറി പറഞ്ഞത്. ഒക്കെ ഉണ്ണേട്ടൻ പോയാ സഖാക്കൾ കയറി പറഞ്ഞത് അവിടെ അല്ല, ഇദ്ദേഹമാണ് പറഞ്ഞതുകൊണ്ട് അവിടെ BJPയുടെ സന്നദ്ധകളെ വെച്ചിട്ടാ സായുധസേന, BJPയുടെ സായുധസേന തെളിയിച്ച മിസ്റ്റർ, ഞാൻ രാഷ്ട്രീയം നിർത്താം. ഈ പറയുന്ന മണിപ്പൂർ കലാപത്തിൽ പോലീസ് ചെയ്യുന്നതിന് മുഴുവൻ കുറ്റകൃത്യം അല്ല, പോലീസിന്റെ ആയുധങ്ങളാണ് ജനങ്ങളുടെ കയ്യിൽ. മനസ്സിലായിട്ടാ? ഒന്നും മിണ്ടാതെ ഞാൻ പറയട്ടെ സുഹൃത്തെ, ഒന്ന് പറയട്ടെ സുഹൃത്തെ.
പറയട്ടെ. അതായത് മണിപ്പൂർ അല്ല, നമ്മുടെ ആൾക്കാർ കുഴപ്പമില്ല, എല്ലാവരും ആൾക്കാരുണ്ടെന്ന് എല്ലാവരും പറയട്ടെ. മണിപ്പൂരിൽ അല്ല, അത് നമ്മൾ തൃശ്ശൂർ അത്രയും വലിയ രാഷ്ട്രീയ സംഘർഷമൊന്നുമില്ലല്ലോ, എല്ലാവരും ഒന്നുപോലെ പോകുന്ന സ്ഥലമാണ്. ഇപ്പൊ ചേച്ചി ഞാനായിട്ട് തല്ലൂടി ഇത് കഴിഞ്ഞ ഷേക്കിന്റെ കൊടുത്ത തീരും, അത് പുണ്യേട്ടനായാലും ചേട്ടനായാലും അത്രേ ഉള്ളൂ. പക്ഷെ പറയുമ്പോ പറയണം, സുനിൽകുമാറും പിണറായി വിജയനും കൂടി ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റിയ പോലെ ഞങ്ങൾ ഒരു മണിപ്പൂർ ഒരു കലാപം ഉണ്ടാക്കിയിട്ടില്ല. ബി ജെ പിയുടെ ഒരു നേതാവ് അല്ലല്ല ബി ജെ പിയുടെ അപ്പൊ സഹിഷ്ണുത കമ്മ്യൂണിസ്റ്റുകാരെ സഹിഷ്ണുത. ഞാൻ പറയട്ടെ, ഫാസിസം വിടൂ, എന്റെ പറയാൻ അനുവദിക്കൂ, വർഗീയത ഉപേക്ഷിക്കൂ. മണിപ്പൂരിൽ ബി ജെ പിയുടെ ആഭ്യന്തരമന്ത്രിയുടെ വീട് ഉൾപ്പെടെ ശ്രീകുമാരട്ട അതിന്റെ ഇടയിൽ ചെറിയൊരു കഷ്ണം കൊടുത്തു. അവിടെ ക്രിസ്ത്യൻ പള്ളി മാത്രം തകർക്കണം. 47 ക്ഷേത്രം തകർന്നു ശ്രീകുമാരട്ട. കോൺഗ്രസ് ഒരു ക്രിസ്ത്യൻ മുസ്ലിം പാർട്ടി, ന്യൂനപക്ഷ പാർട്ടി മാത്രമല്ലല്ലോ, ഹിന്ദുക്കൾക്കും കൂടി പ്രതിനിധീകരിക്കണ്ടേ. നമ്മൾ വടക്കുന്നാഥന്റെ മണ്ണിൽ നിന്നിട്ടല്ലേ ഇത് പറയുന്നത്. 47 ക്ഷേത്രങ്ങൾ ഇവിടെ തകർക്കപ്പെട്ടിട്ടുണ്ട്. കുക്കി വിഭാഗത്തിലും മൈത്തേയി വിഭാഗത്തിലും അവിടെ ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്. അവർ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ അല്ല, കലാപകാരികളാണ്. അവിടെ നടന്നത് വർഗീയ കലാപമല്ല, ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ്. അതിനെ ബി ജെ പിയുടെ തലയിൽ കെട്ടിവെക്കേണ്ട. ഇത് മണിപ്പൂർ ഹൈക്കോടതി അക്സെപ്റ്റ് ചെയ്തതാ. കാരണം ഉത്തരം പറയാം. മണിപ്പൂർ ഹൈക്കോടതി എന്തുകൊണ്ടാണ് മൈത്തേയ് വിഭാഗങ്ങളെ SC വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ അവരുടെ വിധി തന്നെ പുനഃപരിശോധിച്ചത്? നമ്മൾ മണിപ്പൂരിലേക്ക് പോയി, ദില്ലിയിലേക്ക് പോയി, നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ളത് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും പ്രതിനിധിയോടാണ്. ഇവിടെ നമ്മുടെ കേരളത്തിലെ ഒരു ഇലക്ഷൻ വന്നാൽ, ഒരു രാഷ്ട്രീയം വന്നാൽ, ഇവരെല്ലാം പോകുന്നത് ഉത്തരേന്ത്യയിലേക്കാണ്. കേരളത്തിലെ കാര്യം സംസാരിക്കുമ്പോൾ ഉത്തരേന്ത്യയിലാണ് കാര്യങ്ങൾ പറയണത്. അപ്പൊ എനിക്കൊന്ന് ചോദിക്കാനുള്ളത്, 2000 കിലോമീറ്റർ അപ്പുറമുള്ള മണിപ്പൂരിലെ വിഷയമാണ് ഇന്ന് ഇവിടെ കേരളത്തിലെ ഇലക്ഷന് പറയുന്നെങ്കിൽ അത് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയാണെന്നുള്ളത് നമ്മൾ ഓരോ ന്യൂനപക്ഷങ്ങളും മനസ്സിലാക്കണം. ഇത് ന്യൂനപക്ഷങ്ങൾക്കല്ല പ്രശ്നം. ഇപ്പൊ ഇവിടെ ഞാൻ പറയട്ടെ, ഇവിടെ ക്രിസ്ത്യാനികളുണ്ട്, തൃശ്ശൂര് മുസ്ലിങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ മണിപ്പൂര് തകർക്കപ്പെട്ടത് കുങ്കി വിഭാഗക്കാരുടെ ക്രിസ്ത്യൻ പള്ളികളാണ്. അതായത് കൂടുതൽ തകർക്കപ്പെട്ടത് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെയാണ്, സമ്മതിക്കുന്നു. പക്ഷെ അവിടെ നടക്കുന്ന ഇപ്പൊ അത് ഇവിടെ KR ഹരി സംസാരിച്ചു കഴിഞ്ഞു. അവിടെ ഗോത്ര വിഭാഗത്തിന്റെ കലാപമാണ്. അത് വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ടുള്ള സംഭവമാണ്. നൂറ്റാണ്ടുകളായിട്ട് ഈ പ്രശ്നമില്ല, അല്ലല്ല രാജീവ് ഗാന്ധി ഭരിക്കുമ്പോഴാണ് അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെട്ടുള്ളത്. നിങ്ങൾ ന്യൂസ് വായിക്കാം. രാജീവ് ഗാന്ധി ഭരിക്കുമ്പോഴാണ് അവിടെ ഏറ്റവും കൂടുതൽ കലാപത്തിൽ ആൾക്കാർ മരണപ്പെട്ടിട്ടുള്ളത്. അതായത് ഇപ്പോഴല്ല. പിന്നെ എനിക്ക് ചോദ്യം, പെട്ടെന്ന് അല്ല, ഞാനിപ്പോ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട്, പിന്നെ ഞാൻ ഷോർട്ട് ആക്കിയിട്ട് പറയാം. ഇപ്പൊ നേരത്തെ വിലവർധനയുടെ കാര്യം പറഞ്ഞു, പെട്രോളിന്റെ കാര്യം പറഞ്ഞു. കേന്ദ്രം ഇപ്പൊ 2 രൂപ കുറച്ചു, കേരളത്തിൽ എന്തുകൊണ്ട് കുറയ്ക്കണില്ല? ഇവര് ഇത്രയും നല്ല പെട്രോളിന്റെ വിലയെ കുറിച്ച് ആശങ്കപ്പെടുന്ന ആൾക്കാര് എന്തുകൊണ്ട് ഇവിടെ വില കുറയ്ക്കുന്നില്ല? ഇതുപോലെ വിലക്കയറ്റം ഇതിനെന്തുകൊണ്ട് മറുപടി പറയുന്നില്ല? പിന്നെ ഇവിടെ ഒരു 52,000 കോടിയുടെ കാര്യം പറഞ്ഞു. ഇവര് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള 28,000 കോടിയാ. പിന്നെ എന്തുകൊണ്ട് ഇവര് 52,000 കോടി ഇട്ട് കളിക്കണത്? എന്ത് കണക്കാണ്? അപ്പൊ ഇവർക്ക് വാ തുറന്നോണേ പറയണത്. സുപ്രീം കോടതി അംഗീകരിക്കുകയും ചെയ്തു. സുഹൃത്തെ, പൈസ കൊടുക്കാനാ പറഞ്ഞത്, കേന്ദ്രത്തിന്. ഇവര് പറഞ്ഞതിനെതിരെ ചോദ്യം ഞങ്ങൾ രണ്ടുപേരുണ്ട്, മറുപടി പറയാൻ അവസാനം തരണം. ഇതിനകത്ത് അതെ ഞാൻ പറയാനുള്ള ഹരി എന്നെ തിരുത്തിയൊരു മറുപടിയുണ്ട് ഹരിയുടെ. മണിപ്പൂരിൽ തകർക്കപ്പെട്ടത് ക്രൈസ്തവ ദേവാലയങ്ങൾ മാത്രമല്ല, ക്ഷേത്രങ്ങളും ഉണ്ടെന്ന്. അതിന് കൃത്യമായ മറുപടി ഹരിയുടെ തന്നെ ഫോളോവറായ സുഹൃത്ത് പറഞ്ഞു. അവിടെ ഭൂരിഭാഗം തകർക്കപ്പെടുന്നത് നാമമാത്രമാണ് ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്നത്. ഭൂരിഭാഗം തകർക്കപ്പെടുന്നത് ക്രൈസ്തവ ദേവാലയങ്ങളാണ്. അവിടെയാണ് ആശങ്ക. അവിടെ ഞാൻ പറഞ്ഞു വളരെ കൃത്യമാണ്. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞത് മുഴുവൻ ഹരി കേട്ടില്ല. എനിക്ക് മറുപടി പറഞ്ഞു ഹരി ക്ഷേത്രങ്ങൾ തകർക്കുന്നുവെന്ന്. പക്ഷേ ഹരിയുടെ ഫോളോവറായ കക്ഷി തന്നെ പറയുന്നു അവിടെ ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കപ്പെടുന്നുവെന്ന്. ഈ ആശങ്ക ജനത്തിനുണ്ട്. ഈ ആശങ്ക തിരുത്താൻ ഞാൻ ചോദിക്കട്ടെ, BJP ഇതര സർക്കാരായിരുന്നെങ്കിൽ മണിപ്പൂരിൽ പിരിച്ചുവിടുമായിരുന്നില്ലേ സെൻട്രൽ ഗവൺമെന്റ്? എന്തേ പിരിച്ചുവിട്ടില്ല? എന്തേ സെൻട്രൽ ഗവൺമെന്റ് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടപടിക്ക് പോയില്ല? അവിടെയാണ് പൊതുജനം നിങ്ങളെ സംശയിക്കുന്നുവെങ്കിൽ തെറ്റ് പറയാൻ പറ്റില്ല പൊതുജനത്തിന്. അവിടെയാണ് സംശയം. ശരി സാർ, ടോപ്പിക് കഴിഞ്ഞു, അത് അവസാനിച്ചു. സാറിന് പറയാനുണ്ടോ? മണിപ്പൂർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഹരി പറഞ്ഞതിനോട് ഞാൻ പറയാം
എന്താണ് എന്ത് എന്ത് ഇത് ജനകീയ വിഷയം വരുമ്പോ ഇവരെ സ്വഭാവമാണിത്. ജനകീയ വിഷയങ്ങൾ വരുമ്പോൾ പരസ്പരം തല്ലൂടും. ജനകീയ വിഷയം ആളുകൾ ശ്രദ്ധ തെറ്റിക്കും. നിങ്ങളെ ഓഡിയൻസ് ആരെയും തലവെച്ച് കൊടുക്കല്ലേ? അല്ല, ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ ആ സുഹൃത്ത് പറഞ്ഞല്ലോ, ഇത് ശരിയല്ല. ഒരു ചാനൽ ചർച്ചയിൽ ഇത് ശരിയല്ല. ഞങ്ങൾ പറഞ്ഞോട്ടെ സുഹൃത്തെ, ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞോട്ടെ. ഓക്കെ 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 ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ജനകീയ വിഷയങ്ങൾ വരുമ്പോൾ പരസ്പരം തല്ലടിക്കും. ഈ ജനകീയ വിഷയങ്ങൾ ജനങ്ങളെ ശ്രദ്ധ തെറ്റിക്കാൻ അത് പതിവ് പരിപാടിയാണ്. അതിൽ ആരും തലവെച്ച് കൊടുക്കല്ലേ? ഞാൻ പറഞ്ഞോട്ടെ. ഇവിടെ എന്നോട് ചോദിച്ചല്ലോ പെട്രോളിന്റെ കാര്യം. 2014 മുമ്പ് ഓർമ്മയുണ്ടാവും, നമ്മുടെ വി മുരളീധരനും അതുപോലെ ശോഭാ സുരേന്ദ്രനും ഒക്കെ ഇവിടെ വണ്ടി കയറ് കെട്ടി വലിച്ചു പെട്രോളിന്റെ വില കൂടുന്നതിന് സംബന്ധിച്ച്. അന്ന് നിങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞോളാം. അന്ന് നിങ്ങൾ പറഞ്ഞു 50 രൂപയിൽ നിജപ്പെടുത്തും, 50 രൂപയിൽ വർദ്ധിക്കില്ല എന്ന് പറഞ്ഞവരാണ് നിങ്ങൾ. ഇപ്പൊ 120 രൂപയായി. ഇപ്പൊ പെട്രോളിന് സബ്സിഡി ഏർപ്പെടുത്തി. എന്തിനു വേണ്ടി? വോട്ട് കിട്ടാൻ. അതേപോലെ ഗ്യാസിന്റെ സബ്സിഡി ഇപ്പൊ കൊണ്ടുവന്നു. നിങ്ങൾക്ക് ഈ നാട്ടിലെ വോട്ടർമാരെ നിങ്ങൾ ധരിക്കുന്നത് ഈ പെട്രോളിയം ഇലക്ഷൻ ഒരു സബ്സിഡി കൊടുത്താൽ അവർ വോട്ട് കിട്ടുന്നതാണ്. അത് കഴിഞ്ഞാൽ 2 ലക്ഷം കോടി രൂപയാണ് പെട്രോളിന്റെ സെസ് ഇനത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് കിട്ടിയതെന്ന് നിങ്ങളുടെ ധനമന്ത്രിയുടെ ഭർത്താവ് പരകാല പ്രഭാകർ എഴുതിയ പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്ക്, അദ്ദേഹത്തെ ബോധ്യപ്പെടുത്ത്. എന്നിട്ട് ഈ നാട്ടിൽ വിലക്കയറ്റത്തെ കുറിച്ച് നിങ്ങൾ പറയുന്നതിന് എന്തർത്ഥമുള്ളത്? ഞങ്ങൾ ജനങ്ങളെ പറ്റിക്കാനല്ല. ഈ പെട്രോളിയം വിലയുടെ കാര്യത്തിൽ വത്സരാജേട്ടൻ പറഞ്ഞ മറുപടിയിൽ വളരെ സന്തോഷമുണ്ട്. 2014 വരെ ഈ രാജ്യം ഭരിച്ച 2ാം UPA സർക്കാരിനെ അംഗീകരിച്ചതായിട്ടാണ് വത്സരാജേട്ടൻ പറയുന്നത്. നിങ്ങളന്ന് കക്ഷിയല്ല. നിങ്ങളന്ന് കക്ഷിയല്ല. ആ സർക്കാരിനെ നിങ്ങൾ പടിയിറക്കാൻ വേണ്ടി അണ്ണാ ഹസാരുടെ ഇടതും വലത്തും CPM-ഉം CPI-യും BJP-യും ഇരുന്ന് സമരം നടത്തി പടിയിറക്കിയ നിങ്ങൾക്ക് എന്ത് മാന്യതയുണ്ട് ഈ പൊതുസമൂഹത്തിൽ? പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനെ കുറിച്ച് പറയാൻ. 2, BJP സബ്സിഡി കൊടുത്തിട്ടില്ല, കൂട്ടിയ വില കുറച്ചിരിക്കുക. സബ്സിഡി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വീട്ടമ്മമാർക്കറിയാം, അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ 200 രൂപ വീതം സബ്സിഡി വന്ന കാലമുണ്ടായിരുന്നു. അന്നൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇവിടെ ആർക്കും സബ്സിഡി ഈ NDA സർക്കാരിന്റെ കാലത്ത് കിട്ടിയിട്ടില്ല. മണിപ്പൂര് ഒറ്റ കാര്യമുണ്ട്. അല്ലല്ല, രണ്ടുപേരും മാറി പറഞ്ഞോണ്ട് അല്ല ഹൈക്കോടതി അല്ല ഒറ്റ മിനിറ്റ്. ഈ മണിപ്പൂര് പറയുമ്പോ എന്ത് ചോദിച്ചാലും കേരളത്തിലെ കാര്യം മറന്നു പോരുത്. തൊട്ടപ്പുറത്ത് പൂഞ്ഞാർ പള്ളിയിലെ ഒരു അച്ഛനെ തല്ലിക്കൊല്ലാറാക്കിയിട്ട് ഇന്ന് തോമസ് ഐസക് പറഞ്ഞത് കൂട്ടമണി അടിച്ച് കലാപത്തിന് ആഹ്വാനം നൽകിയത് ക്രൈസ്തവ സമൂഹമാണ്. തോമസ് ഐസക്കിനെതിരെ പരാതി കൊടുത്തിരിക്കുക. തോമസ് ഐസക് ഉത്തരേന്ത്യയിൽ ചുട്ടുകൊന്ന കഥ ഞങ്ങൾ പറയണോ? ചുട്ടുകൊന്ന കഥ പറയണോ? ഉത്തരേന്ത്യയില് ചുട്ടുകൊന്ന ആളുകളെ കുറിച്ച് പറയണോ? പൂഞ്ഞാർ പള്ളിയില് ചുട്ടുകൊന്നു മിഷണറിമാരെ. പൂഞ്ഞാർ പള്ളിയില് നമുക്ക് തൃശ്ശൂരിലേക്ക് വരണം. നോക്കൂ, തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പാണ് ചർച്ച ചെയ്യേണ്ടത്. തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പാണ്. ദയവായി തൃശ്ശൂരിലേക്ക് വരൂ. ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ വേണ്ടേ? നമ്മൾ തൃശ്ശൂരിലേക്ക് വരാം. നമുക്ക് ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ വേണ്ടേ? അതെ സാർ, തൃശ്ശൂരിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ വലിയ ചൂടാണ്. 3 മുന്നണികൾ നമുക്കറിയാം. കഴിഞ്ഞ തവണ CPI 2ാം സ്ഥാനത്തായിരുന്നു. എന്താണ് ഇത്തവണത്തെ പ്രതീക്ഷ? വളരെ പെട്ടെന്ന് നമുക്കറിയില്ല. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട 3 സ്ഥാനാർത്ഥികളാണ്. സ്വന്തം മുന്നണിക്ക് അപ്പുറത്തേക്ക് വോട്ട് ചേരിക്കാൻ കഴിയുന്നവരാണ് എന്തായാലും 3 പേരും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവുമില്ല, വമ്പിച്ച ഭൂരിപക്ഷത്തോടെ സഖാവ് VS സുനിൽകുമാർ തൃശൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടും. കേരളത്തിൽ ഞാൻ പറഞ്ഞോട്ടെ ഈ തൃശൂർ പാർലമെന്റ് മണ്ഡലം എന്റെ സുഹൃത്തെ ഞാൻ പറയുന്നത് കേൾക്കൂ. തൃശൂർ പാർലമെന്റ് മണ്ഡലം ഏറ്റവും കൂടുതൽ കാലം പ്രതിനിധാനം ചെയ്ത പാർട്ടിയുടെ പേര് CPI എന്നാണ്. ഇടതുപക്ഷമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആളെ ജയിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളാണ്. മറ്റൊരു കാര്യം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
തൃശൂർ ലോക്സഭ അടങ്ങുന്ന 7 അസംബ്ലി മണ്ഡലത്തിലും ജയിച്ചത് ഇടതുപക്ഷമാണ്. 4,72,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 7 പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന അസംബ്ലി മണ്ഡലത്തിൽ വരുന്നത്. ഇവിടുത്തെ ഭൂരിപക്ഷം ഈ പഞ്ചായത്തുകൾ ഭരിക്കുന്നത് LDF ആണ്. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് VS സുനിൽകുമാർ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുക തന്നെ ചെയ്യും. ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ മുരളീധരൻ, കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന കെ മുരളീധരൻ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നും തൃശൂരിന്റെ MP ആകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേരിടുമ്പോൾ അന്നും വത്സരാജേട്ട ഈ തൃശൂർ പാർലമെന്റിലെ ഒറ്റ അസംബ്ലിയിലും ഞങ്ങൾക്ക് MLA ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ MLA-മാരുടെ ഉണ്ടായിരുന്നില്ലാത്ത ഈ പാർലമെന്റിൽ നിന്ന് തന്നെ ഈ പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ അന്ന് 96,000 വോട്ടിന് ഐക്യ ജനാധിപത്യ മുന്നണി പ്രതിനിധി TN പ്രതാപൻ ജയിച്ചെങ്കിൽ ഇപ്പോൾ കെ മുരളീധരൻ അത് 1.5 ലക്ഷത്തിന് മേലെ വോട്ടിന് ഈ പ്രദേശത്തു നിന്നും ജനപ്രതിയായി തെരഞ്ഞെടുക്കും. ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി NDA മുന്നണി തൃശൂരിൽ അവതരിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണ തൃശൂരിൽ 5 വർഷം മുമ്പ് അദ്ദേഹം മത്സരിച്ചിരുന്നു. പക്ഷേ ജയിക്കാതിരുന്നിട്ട് കൂടി ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം സാധാരണക്കാരനോടൊപ്പം അവന്റെ ദുഃഖങ്ങളിലും അവന്റെ ദുരിതങ്ങളിലും അവന്റെ ഒപ്പം നിന്ന് കൈപിടിച്ചുയർത്തിയ കരുവന്നൂരിൽ പറ്റിക്കപ്പെട്ട പാവങ്ങൾക്ക് മരുന്നും വെള്ളവും വെളിച്ചവും നൽകിയ ഇവിടെ ജയിപ്പിച്ചുവിട്ട MP-യെ മഷിയിട്ട് നോക്കി കാണാത്ത കാലത്ത് ജയിപ്പിച്ചുവിട്ട MP ലോകകപ്പ് കണ്ടു നടക്കുന്ന കാലത്ത് ഈ സാധാരണക്കാർക്ക് വേണ്ടി മെഡിക്കൽ കോളേജിൽ ശുദ്ധവായു ഇല്ലാതെ കയ്യിൽ നിന്ന് കാശെടുത്ത് 7 ലക്ഷം രൂപയുടെ ഓക്സിജൻ പ്ലാന്റ് നിർമ്മിച്ച കരുവന്നൂരിലെ ഐസൊലേഷൻ ICU കൊടുത്ത MP-യുടെ പേര് തൃശൂർ MP തെറ്റായ പ്രസ്താവന നടത്തല്ലേ? പിന്നെ ഞാൻ സംസാരിച്ചോണ്ട് തെറ്റായ ഒരു പ്രസ്താവന നടത്തല്ലേ? ഞാൻ പറഞ്ഞത് തെറ്റായ പ്രസ്താവന നടത്തല്ലേ? തിരുത്ത് തെറ്റായ പ്രസ്താവന നടത്തല്ലേ? ഞാൻ എന്താണ് പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 5 വർഷക്കാലമായി സ്വന്തം ഈ ലോക്സഭാ സീറ്റിൽ നിന്നും ജയിക്കാതിരുന്നിട്ട് പോലും ശക്തൻ മാർക്കറ്റിന് 1 കോടി രൂപ രാജ്യസഭ MP എന്നുള്ള ഫണ്ട് ഉപയോഗിച്ച് നൽകിയ കൈയടിക്കല്ലേ പറയട്ടെ, നൽകിയ കോളങ്ങാട്ടെ ശശി കമ്മ്യൂണിസ്റ്റുകാരെ ചികിത്സയ്ക്ക് പണമില്ലാതെ ആത്മഹത്യയുടെ മുമ്പിലെത്തി മരിച്ചുപോയ ശശിയുടെ അമ്മയുടെ ചികിത്സാ ചെലവ് നോക്കുന്ന സുരേഷ് ഗോപി 5 വർഷമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ഈ മണ്ഡലത്തിലുള്ള സുരേഷ് ഗോപിയാണ് NDA അവതരിപ്പിച്ചിരിക്കുന്നത്. 2 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം തൃശൂരിൽ നിന്ന് ജയിച്ചു കയറുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഉത്തരവാദിത്തപ്പെട്ട ആളോടാണ് കരുവന്നൂർ വിഷയത്തിൽ നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണ്? 1. രണ്ടാമത്തെ ചോദ്യം, ഇവിടെ നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഡ്രൈവിംഗ് ലൈസൻസും RC ബുക്കും ഇത്രയും നാളുകളായിട്ട് മാസങ്ങളായിട്ട് കിട്ടിയിട്ടില്ല. ഓരോ വ്യക്തികളുടെ കയ്യിൽ നിന്നും 250-300 രൂപ പോസ്റ്റൽ ചാർജ് ആയിട്ട് വാങ്ങിച്ചിട്ട് അതിന്റെ കോടികള് വേറെ ഏതോ ഫണ്ടിലേക്ക് ഭാഗമാറ്റി ചെലവഴിച്ചിട്ട് ഇത്രയും ആൾക്കാർക്ക് ലൈസൻസും ഈ RC ബുക്കും കിട്ടിയിട്ടില്ല. ഈ ഫണ്ടൊക്കെ എവിടേക്കാണ് പോയത്? കരുവന്നൂർ വിഷയത്തിൽ ഇല്ല, കരുവന്നൂരിന്നല്ല ഒരു ബാങ്ക് കൊള്ളയെയും LDF അംഗീകരിക്കുന്നില്ല. ആരാണോ അത്തരത്തിൽ കളവ് നടത്തി അവരുടെ പേരിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുമ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ. ഒരു ബാങ്കിലെ കളവിനെയും LDF അംഗീകരിക്കുന്നില്ല. കളവ് നടത്തി ആരാണെങ്കിലും അവരുടെ പേരിൽ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് LDF-ന്റെ ധാരണ. ED രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചാൽ ഞങ്ങൾ അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടും. ഇവിടെ ആറാട്ടുപുഴയിൽ ഒരു സംഘം ഉണ്ടായിരുന്നു സുഹൃത്തെ, ആറാട്ടുപുഴയിൽ ആ സംഘത്തിലും കളവ് നടന്നിട്ടുണ്ട്. അതുപോലെ കോൺഗ്രസ് ഭരിക്കുന്ന സംഘത്തിലും കളവ് നടന്നിട്ടുണ്ട്. ആര് കളവ് നടത്തിയാലും അത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ കരുവന്നൂർ വിഷയത്തിലെ ഇതിന് മറുപടി പറയാൻ രണ്ടാളായിരുന്നു. മറുപടി പറയാൻ കരുവന്നൂർ വിഷയത്തിൽ വത്സരാജേട്ടന്റെ പ്രസ്താവനകൾ കേട്ടു. ആറാട്ടുപുഴ ബാങ്കിൽ ജനാധിപത്യ കരുവന്നൂരിൽ ഞാൻ മറുപടി പറഞ്ഞാൽ ഇടപെടില്ല. അതെ, ഞാനിത് ആദ്യ ചോദ്യത്തിന് മറുപടി പറയട്ടെ. കരുവന്നൂർ വിഷയത്തിൽ വത്സരാജേട്ടന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിനിധി വത്സരാജേട്ടന്റെ മറുപടി ഞാൻ കേട്ടു. ഏതു വിഷയം എവിടെ കളവ് നടന്നാലും ഈ മുന്നണി അംഗീകരിക്കില്ല എന്ന്. വളരെ ലളിതമായ ചോദ്യം ചേട്ടാ. ഇപ്പൊ ജയിലിൽ കിടക്കുന്ന വടക്കാഞ്ചേരി മുനിസിപ്പൽ കൌൺസിലർ അരവിന്ദാക്ഷൻ ഓനെ CPM ഒന്ന് പുറത്താക്കിയിട്ടുണ്ടോ? നിങ്ങൾ പറയേ.
അവൻ കളവ് നടത്തിയെന്ന് ഇഡിയും ഈ രാജ്യത്തെ കോടതിയും തീരുമാനിക്കപ്പെട്ടു. അവനെ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അവൻ റിമാൻഡിലാണ്. അരവിന്ദാക്ഷൻ കിടക്കുന്നത്. നിങ്ങളെ അനൂപ് ഗാഡിയെ ചോദ്യം ചെയ്യുന്നു. നിങ്ങളെ MM വർഗീസിനെ വിളിപ്പിക്കുന്നു. നിങ്ങളെ AC മൊയ്തീനെ വിളിപ്പിക്കുന്നു. കഴിഞ്ഞില്ല. ഹരി, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ആ ബോർഡിനകത്ത് 2 CPIയുടെ അംഗങ്ങൾ ഉണ്ടായിരുന്നു. 3 പേര്. 2 വനിതകൾ, ഒരു CPIയുടെ പ്രതിനിധിയും ഒരു CPMന്റെ പ്രതിനിധിയും കരഞ്ഞുകൊണ്ട് മീഡിയയ്ക്ക് മുന്നിൽ പറഞ്ഞത്. ഈ പാർട്ടിക്കാർ പറഞ്ഞിട്ടാണ് ചേട്ടാ ഞങ്ങൾ ഈ കളവെല്ലാം ചെയ്ത്. ഇപ്പോ തൃശ്ശൂരിൽ നിന്നും വടക്കാഞ്ചേരിക്ക് പോകുമ്പോ വിയ്യൂര് സെൻട്രൽ ജയിലിന്റെ ഗേറ്റ് കാണുമ്പോ ഉള്ളൊരു തീയ, അതിനകത്ത് ഞങ്ങളുടെ കുടുംബത്തെ ഉപേക്ഷിച്ച് കിടന്ന സാഹചര്യം വളരെ കൃത്യമാണ്. കരുവന്നൂർ വിഷയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ ആളുകളും മാളത്തിൽ ഒളിച്ചിരിക്കുക. തെരഞ്ഞെടുപ്പായിട്ട് പോലും പുറത്തിറങ്ങിയിട്ടില്ല. ആറാട്ടുപുഴ വിഷയത്തില് ആറാട്ടുപുഴ ബാങ്കില് കളവ് നടന്നുവെന്ന് ശ്രീ വത്സരാജേട്ടൻ പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റ് ശുദ്ധ ഞാൻ പറയട്ടെ, ശുദ്ധ നുണയാണത്. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ കരുവന്നൂരിൽ ആയിരക്കണക്കിന് പേര് പണം നഷ്ടപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് കൊടുത്തിലും ആത്മഹത്യ ചെയ്യാനും ചികിത്സയ്ക്ക് പണയാതും വലയുമ്പോ മൗന വ്രതത്തിലിരുന്ന് വീടിന്റെ ഉള്ളിൽ മുറി അടച്ചിട്ടിരുന്നവനാണ് സുനിൽകുമാർ. ആ സുനിൽകുമാറാണ് ഇവിടെ തൃശ്ശൂരിൽ മത്സരിക്കുന്നത്. അത് മറക്കരുത്. 3 CPI സഖാക്കൾ ജയിലിലായിരുന്നു. 67 ദിവസം 3 CPI നേതാക്കൾ ജയിലിൽ കിടന്നു. കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഇത്രയും നേരം വികസനം സംസാരിച്ചു, ജാതി സംസാരിച്ചു, മതം സംസാരിച്ചു, അമ്പലം സംസാരിച്ചു, പള്ളി സംസാരിച്ചു. ഇവിടെ നിങ്ങൾക്ക് നാളെയും മറ്റന്നാൾ വോട്ട് ചെയ്യേണ്ട യുവജനങ്ങളെ കുറിച്ചോ വിദ്യാർത്ഥികളെ കുറിച്ചോ നിങ്ങൾ ഇത്ര നേരം സംസാരിച്ചോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ കായിക താരങ്ങൾ നമുക്കറിയാം, ഒളിമ്പിക്സിനും വേൾഡ് കപ്പ് ഒക്കെ ഓരോ കായിക താരങ്ങൾ നേടി വരുമ്പോൾ എയർപോർട്ടിൽ അവരെ മാലിട്ട് സ്വീകരിക്കാൻ ഓരോ ആൾക്കാരുണ്ടാവും. അതിനുശേഷം അവരെ പീഡിപ്പിക്കുന്ന ആൾക്കാരെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചോ? സാക്ഷി മാലിക്കും വിനയ് ഫോഗട്ടും ഇവിടെ പീഡിപ്പിക്കപ്പെട്ട കാര്യത്തിൽ നിങ്ങൾ സംസാരിച്ചോ? 7 പേരടങ്ങുന്ന, അതിൽ 18 വയസ്സ് തികയാത്ത 7 പേരടങ്ങുന്ന ആൾക്കാർ ലൈംഗിക അതിക്രമത്തിന് കേസ് കൊടുത്തിട്ടും അത് എന്ത് നടപടിയാണ് കേന്ദ്ര സർക്കാർ ഇവിടെ എടുത്തിട്ടുള്ളതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കഴിഞ്ഞിട്ടില്ല. നേരെ കേരളത്തിലെത്തിക്കുമ്പോൾ നമ്മുടെ ഇടതുപക്ഷത്തിന്റെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളോട് മത്സരിക്കുന്നുണ്ട്. ഇവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ ഗ്രാൻസ് ലഭിക്കാത്ത എത്ര വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇവിടെ അതുപോലെ പിന്നോക്കക്ഷേമ മറ്റേ രാധാകൃഷ്ണൻ മന്ത്രി ഇവിടെ മത്സരിക്കുന്നുണ്ട്. ഇവിടെ ഈ ഗ്രാൻസ് കിട്ടാത്ത എത്ര വിദ്യാർത്ഥികളുണ്ട്. പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രാൻസ് കിട്ടാത്ത ആൾക്കാരാണ്. നേരെ സപ്ലൈകോയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ സോപ്പ് പൊടിയല്ലാതെ വേറെ എന്താണുള്ളത്? സോപ്പ് എടുത്തിട്ട് സാമ്പാറും ഒക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി മതവും പറയാതെ വിദ്യാർത്ഥികളെ യുവജനങ്ങളെ കുറിച്ച് 2 അക്ഷരം പറയണോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളിൽ ഈ കാരണവന്മാര് മാത്രമേ ഉണ്ടാവുള്ളൂ. നാട്ടുകാരൊക്കെ പിള്ളേരൊക്കെ UK-യിലേക്ക് കാനഡയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. സ്പെസിഫിക് ആയ ഒരു ചോദ്യം, ഒരു സ്പെസിഫിക് ചോദ്യം ആർക്കാണ്? എനിക്ക് ചോദിക്കാനുള്ളത് LDFന്റെ പ്രതിനിധിയോടാ. ഇതിന് മറുപടി പറയേണ്ടി മതിയോ? ചോദ്യത്തിന് മറുപടി. ഇവിടെ ഇപ്പൊ മത്സരിക്കുന്ന LDFന്റെ സ്ഥാനാർത്ഥി ചേർപ്പിൽ നിന്ന് നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചു. ഇപ്പൊ തൃശ്ശൂര് ഇവിടുത്തെ 25 വർഷം UDF സ്ഥാനാർത്ഥി ജയിച്ചിരുന്ന മണ്ഡലം തിരിച്ചുപിടിച്ചു. ആ തിരിച്ചുപിടിച്ച് മന്ത്രിയായി. ആ സമയത്ത് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ സുനിൽകുമാർ ഇവിടെ ചെയ്തിട്ടുണ്ട് ഒന്ന് അറിഞ്ഞോ കൊള്ളാന്നുണ്ട്. ഞാൻ പറയാം. അതെ, അത് അവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്. ആള് ചെയ്തെന്തേലും പറയണ്ടേ? അത് വത്സേട്ടൻ നേരത്തെ പറഞ്ഞു ചോദിപ്പിക്കില്ല. പറയുമ്പോൾ ഹണിപാർക്ക് കൂടി പറയണം. ഹണിപാർക്ക് കൃഷി എല്ലാം പറഞ്ഞു കൊടുക്കണം. ഹണിപാർക്ക് പറഞ്ഞു കൊടുക്കണം. ഹണിപാർക്ക് പറഞ്ഞു കൊടുക്കണം. കോൾ കൃഷിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. എല്ലാം വിശദമായി പറഞ്ഞു കൊടുക്കണം. അതെ, സുനിൽകുമാറിന്റെ ഒരു വികസനം എന്നെ പറയാൻ അനുവദിക്കണം. ഒരു വികസനം എന്നെ പറയാൻ അനുവദിക്കും. ഞാൻ പറയാം, ഒരു വികസനം സുനിൽകുമാറിന്റെ ബനാന ഹണി പാർക്ക് കണ്ണാറയിലെ ഞാൻ പറയാം. ഞാനൊരു മിനിറ്റ് ഞാൻ സംസാരിക്കുന്നുള്ളൂ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അതേ രീതിയിൽ ബഹുമാനത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത്. ഞാൻ 35 വർഷം വിദേശത്തായിരുന്നു. ഒരു അമേരിക്കൻ സിറ്റിസൺഷിപ്പ് വേണ്ടാന്ന് വെച്ച് ഈ വടക്കുനാഥിന്റെ മണ്ണിൽ വന്നുകൊണ്ട് തൃശ്ശൂരിലെ മഴയും ഭംഗിയും കാര്യങ്ങളും ആസ്വദിക്കണമെന്ന് കണക്കാക്കിയിട്ട് ഞാൻ ആ സിറ്റിസൺഷിപ്പ് വേണ്ടാന്ന് വെച്ച് ഞാൻ ഇവിടെ അന്നൊരു കാലത്ത് ജെയിംസ് എന്ന് പറയുന്ന ഒരു കളക്ടർ ഇവിടെ അദ്ദേഹം പറഞ്ഞു, സാറേ മക്കളെങ്കിലും പുറത്തേക്ക് വിടാനായിട്ട് അല്ല. അപ്പൊ ഒരു അവസ്ഥയില് ഇപ്പൊ ആ കുട്ടി പറഞ്ഞത് മാതിരി ഈ തലമൂത്ത നരച്ച് എന്നെ പോലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഒറ്റ കുട്ടിയില്ല.
എല്ലാവരോടും ചോദിക്കുമ്പോ കുട്ടികൾ പറയണ എന്താ ഇവിടെ നിന്നാ നേരെയാവില്ല, ഇവിടുന്ന് പോണം. ഇങ്ങനെ ഒരു രാഷ്ട്രീയ അവസ്ഥ ഇവിടെ ഉണ്ടാക്കി കൊണ്ടുവന്നത് എല്ലാവരും കൂടെയാണ്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കരുത്. ഞാൻ ഒരാൾക്ക് വോട്ട് ചെയ്യുന്നില്ല. നോട്ട എന്ന് പറയുന്ന ഒരു ഉണ്ടാക്കരുത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ബഹുമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ കാണുന്നത്. എനിക്ക് അത്രേ പറയാൻ. രാജ്യം ഭരിക്കുന്ന പാർട്ടിയും സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയും മറുപടി പറയട്ടെ. യുവാക്കളുടെ ചോദ്യത്തിനോട് യുവാക്കളോട് സാക്ഷി മാലിക്കടക്കുള്ള ആ യൂത്ത് കോൺഗ്രസ്സുകാരന്റെ നല്ല ചോദ്യമായിരുന്നു. അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി പറയേണ്ടതുണ്ട്. കാരണം എന്താ വെച്ചാല് രാജ്യത്ത് ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് രണ്ടു കൂട്ടരും പറഞ്ഞിട്ടുണ്ട്. തൊഴിലവസരങ്ങൾ ഇപ്പോഴും പര്യാപ്തമല്ല എന്നുള്ള വാദഗതി ഒക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സർക്കാർ, മോദി സർക്കാർ വന്നതിന് ശേഷം കേവലം ഗവൺമെന്റ് സർക്കാർ ജോലികൾ മാത്രമല്ല, റോസ്ഗാർ യോജന പ്രകാരം 1 കോടി സ്റ്റാർട്ടപ്പുകളിലൂടെയാണ് രാജ്യത്തെ യുവാക്കൾക്ക് തൊഴിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള തൊഴിൽ മേളകളെല്ലാം തൃശ്ശൂരിലും എറണാകുളത്തും കേരളത്തിലെ പോലും ഭരണമില്ലാത്ത കേരളത്തിലെ പോലും സംസ്ഥാനങ്ങളിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മുദ്രാ ലോൺ വഴി ഏതാണ്ട് 88.9 ലക്ഷം കോടി ആളുകളാണ് ഇപ്പോൾ ലോൺ എടുത്ത് വിവിധ സംരംഭങ്ങളിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യുവാക്കൾക്ക് സർക്കാർ, ഞാൻ അങ്ങയോടാണ് പറയുന്നത്, സർക്കാർ ജോലി മാത്രമല്ല മറ്റ് സ്റ്റാർട്ടപ്പുകൾ വഴിയും മറ്റ് സ്കിൽഡ് ലേബർ വഴിയും അതുപോലെ തന്നെ മുദ്രാ യോജന വഴി സ്വന്തമായി അവർക്ക് സ്വന്തം കാലിൽ നിന്ന് ബിസിനസ് ചെയ്ത് ജീവിക്കാനുള്ള ഒരു നിലയുണ്ടാക്കി കൊടുക്കുന്ന രീതിയിലും ധാരാളം പദ്ധതികൾ കേരളത്തിലെ രാജ്യത്തെ മോദി സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി അതിന്റെ ഗുണഭോക്താക്കളാക്കിയ ഒരുപാട് യുവാക്കളുണ്ട്. പിന്നെ കേരളത്തിലെ ആൾക്കാർ വിദേശത്തേക്ക് പോണതിന് ഞങ്ങളെ കൊണ്ട് അല്ല, ഹരിയുടെ അവകാശവാദം വളരെ നന്നായി. 2014 ഒരു പ്രതിവർഷം 2 കോടി ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കും അപ്പൊ 25 ലക്ഷം കൊടുത്താ എന്ന് വാഗ്ദാനം ചെയ്തു. 25 ലക്ഷം പിണറായി കൊടുത്താ എന്ന് വാഗ്ദാനം പിണറായി കൊടുത്താ 25. ഞാൻ പറഞ്ഞോട്ടെ ഹരി, എന്ന് വാഗ്ദാനം ചെയ്ത് അധികാരത്തിൽ വന്നവരാണ്. 10 വർഷമാവാൻ പോവാണ്. എത്ര കോടി ആളുകൾക്ക് തൊഴിൽ കൊടുത്തു? ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മുഴുവൻ സ്വകാര്യവൽക്കരിക്കല്ലേ ചെയ്തത്. ഇവിടുത്തെ റെയിൽവേ, നമ്മുടെ എന്താ പറയാ വ്യോമയാന മേഖല ഉൾപ്പെടെ തന്ത്രപ്രധാനമായ എല്ലാ മേഖലകളും സ്വകാര്യ വ്യക്തികൾക്ക് തീരെഴുതി കൊടുത്തു. ഇവിടെ ഒരു സുഹൃത്ത് പറഞ്ഞല്ലോ, 1% കയ്യിലാണ് ഇന്ത്യൻ സമ്പത്തിന്റെ 30% കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ആ മുതലാളിമാരുടെ, ആ കോർപ്പറേറ്റ് മുതലാളിമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റാണ് രാജ്യം ഭരിക്കുന്നത്. അതിന്റെ പ്രശ്നങ്ങളുണ്ട്. നയം മാറി ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള എല്ലാവരുടെ മക്കൾക്കും തൊഴിൽ കിട്ടാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാക്കണം. ആ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലാണ് ഇടതുപക്ഷം നിലയുറപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗവൺമെന്റ് കൈകാര്യം ചെയ്യും. അത് ചെയ്യും. അത് നിങ്ങളെ അതങ്ങനെ ഇവിടുത്തെ പൈസ, ഇവിടെ ഒരു പൈസയും എങ്ങോട്ടും പോവില്ല. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഇവിടെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയട്ടെ. ഞാനിവിടെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയട്ടെ. ഞാനിവിടെ ചോദിച്ച സഖാവ് പീച്ചി കണ്ണാറയില് ഒരു ഹണി ബനാന പാർക്കുണ്ട്. സുനിൽകുമാർ മന്ത്രിയായിരുന്നു തുടങ്ങി വെച്ച ഒരു ഹണി ബനാന പാർക്ക് 2021 ഫെബ്രുവരി മാസം 19-ാം തീയതി സുനിൽകുമാർ കേരളത്തിലെ കൃഷിമന്ത്രി ആയിരുന്നപ്പോ തുടങ്ങി വെച്ച ഒരു ബനാന ഹണി പാർക്കുണ്ട്. ആ പാർക്കില് ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകള് സാമൂഹ്യ വിരുദ്ധരാണ്. എല്ലാവർക്കും നമസ്കാരം. തൃശൂർ പൂരത്തിന്റെ തെക്കോട്ടിറക്കത്തിന്റെ ഭാഗത്താണ് 3 ഇന്ത്യയിലെ പ്രധാന പാർട്ടികൾ നിരന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഒറ്റ കാര്യമാണ് CPM-നോടും നമ്മുടെ കോൺഗ്രസിനോടും പറയാനുള്ളത്. മാറി മാറി സ്വാതന്ത്ര്യം കിട്ടി ഇത്ര കാലം വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോയിട്ടുണ്ട്. അവര് തൃശ്ശൂർ മാറി കുടമാറ്റത്തിൻ്റെത് മാതിരി CPM ജയിക്കണു, കോൺഗ്രസ് ജയിക്കണു, അങ്ങനെ ഒരുപാട് ആളുകൾ മാറിപ്പോയിട്ടുണ്ട്. എന്തുകൊണ്ട് പുതിയൊരാൾക്ക് സുരേഷ് ഗോപിക്ക് കേരളത്തിൽ നിന്ന് അവസരം കൊടുത്തുകൂടാ? തൃശ്ശൂരുകാർക്ക് ജനത്തിന് വിശ്വാസമില്ല. ചേട്ടാ, അയാളെ ജനത്തിന് വിശ്വാസമില്ല. പാർട്ടിയെയും സ്ഥാനാർത്ഥി
ചെയ്യും. ജനത്തിന് വിശ്വാസമില്ല. ജനം കൊടുക്കില്ല, കേരളം കൊടുക്കില്ല. കരുണാകരന്റെ മക്കളെയൊന്നും തൃശ്ശൂർ ജയിപ്പിക്കില്ല. കേരളം കണ്ട ഏറ്റവും വലിയ ദേശാടന പക്ഷിയാണ് കെ മുരളീധരൻ. ഈ മറ്റേ സഫേർ ഹോട്ടലിലെ ബിരിയാണി തിന്നാനും കരുണാകരന്റെ ശവകുടീരത്തിൽ പൂ വയ്ക്കാനും മാത്രം വരുന്ന ദേശാടന പക്ഷി ആ മുരളീധരന് ആര് വോട്ട് ചെയ്യാനാണ്? തൃശ്ശൂരിൽ ആരാണ് വോട്ട് ചെയ്യുക? ഇവിടെ 1998 തോറ്റു പോയതിനു ശേഷം നേരത്തെ ജയിച്ചതിന്റെ കണക്ക് ആ സുഹൃത്ത് പറയണ്ടായി. VS സുനിൽകുമാർ ജയിച്ചതിന്റെ കണക്ക് അദ്ദേഹം പറയണ്ടായി. വളരെ വലിയ രാഷ്ട്രീയ സുഹൃത്തെ, ഞാൻ പറഞ്ഞോട്ടെ. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടവർ നിശബ്ദമാകുകയാണ്. ആ നിശബ്ദമാകുന്നിടത്താണ് ശബ്ദമുയർത്തേണ്ടത്. അതായത് ഭരണ നേട്ടം പറയാൻ പറഞ്ഞു, വളരെ കൃത്യമാണ്. സുനിൽകുമാർ ഇവിടെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് മറ്റൊന്നും നോക്കണ്ട. ഈ വത്സരാജേട്ടൻ ചാവക്കാട് നിന്ന് തൃശ്ശൂർ പാർട്ടി ഓഫീസിലേക്ക് വരുന്ന റോഡുണ്ട്. അതായത് ചാവക്കാട് മുതൽ തൃശ്ശൂർ വരെയുള്ള റോഡ്, ആ റോഡിന്റെ വികസനത്തെ കുറിച്ച് ഒരു വാക്കെങ്കിലും സുനിൽകുമാറേട്ടൻ പറഞ്ഞ ജനങ്ങൾക്ക് സംതൃപ്തിയാകുമായിരുന്നു. കൊടുങ്ങല്ലൂർ റോഡ് എന്താ അവസ്ഥ? 7 കൊല്ലമായല്ലോ നിങ്ങൾ ഭരണം നടക്കുന്നത്. ഒരു റോഡ് കൂടെ ഒരു രോഗിയെ ആംബുലൻസ് വഴിക്ക് പോലും കൊണ്ടുപോകാൻ സാധിക്കില്ല. തൃശ്ശൂരിൽ നിങ്ങളുടെ ഭരണനേട്ടമാണ് ഈ കാണുന്നത്. കഴിഞ്ഞില്ല. ഇനിയും നേരത്തെ പറഞ്ഞ ബനാന പാർക്കും ഹണി പാർക്കും ഒക്കെ പറയാനിരുന്നാൽ അറബിക് കഥ പോലെ 101 രാവും പറഞ്ഞാലും സുനിൽകുമാറിന്റെ പ്രവർത്തികൾ. ഇത് ഞാൻ പറയുന്നതിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ സുനിൽകുമാറിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അദ്ദേഹം മന്ത്രിയായ കാലത്ത് 5 വർഷക്കാലം ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും അദ്ദേഹം പോസ്റ്റ് ചെയ്ത പോസ്റ്റ് എന്ന് ഞങ്ങൾ പറയുന്നത്. അല്ലാണ്ട് ഞങ്ങൾ എവിടുന്നും മനപ്പാടം പഠിച്ചോ അല്ലെങ്കിൽ വിഭൂതി പോലെ ശൂന്യത എടുത്തല്ല. ആ വിഷയങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ ആ സഖാവിന് സംതൃപ്തി കിട്ടും. അതിലൊന്നും ഇദ്ദേഹം തയ്യാറല്ല. രണ്ടാമത് VS സുനിൽകുമാർ കേരളത്തിന്റെ കൃഷികാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. കാർഷിക മേഖലയിലെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടന്നൊരു കാലഘട്ടമാണ് 5 വർഷം. ഇവിടത്തെ കാർഷിക മേഖലയുടെ പരിധി വർദ്ധിപ്പിക്കാൻ സാധിച്ചു. കൃഷിക്കാരുടെ ഗോൾഡ് ലോൺ അവസാനിപ്പിച്ചു. പറയേ കൃത്യമായിട്ട് കൃഷിക്കാരുടെ ഗോൾഡ് ലോൺ അവസാനിപ്പിച്ചു. പകുതി പറഞ്ഞു പോകല്ലേ, ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കല്ലേ. ഞാൻ പറഞ്ഞോട്ടെ, കൃഷിക്കാർക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യം നിഷേധിച്ചിട്ടില്ല. കൃഷിക്കാർക്ക് 4% പലിശയ്ക്ക് പണം ലഭിക്കുന്ന നടപടി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇതിന് സ്വർണ്ണ വായ്പ വെച്ച് കള്ളത്തരത്തിൽ പണം തട്ടുന്നത് അനുവദിച്ചില്ല. കമ്മ്യൂണിസ്റ്റുകാരെ കർഷകന്റെ പരാതിയാണ് പറയുന്നത്. ഇവിടുത്തെ കോൾ കർഷകൻ കമ്മ്യൂണിസ്റ്റുകാരൻ CPI-കാരന്റെ പരാതിയാണ്. ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ. സുനിൽകുമാർ അന്തിക്കാട് എന്ന് പറഞ്ഞ തൃശ്ശൂരിൽ നിന്ന് ഒരു 10 കിലോമീറ്ററിനുള്ളിൽ ഒരു ഗ്രാമമുണ്ട്. ഇപ്പൊ സുനിൽകുമാറും KP രാജേന്ദ്രനും 960 മുതൽ കമ്മ്യൂണിസ്റ്റ് MLA-മാര് ഇപ്പൊ ഒരാളെ കാണാണ്ടായിട്ട് തൃശ്ശൂർ MLA ബാലേന്ദ്രൻ ആ രാമനും സീതനെയും കുറിച്ചൊരു പോസ്റ്റ് ഇട്ട് മുങ്ങിയതാ. പിന്നെ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞത് ഈ അന്തിക്കാട് ആളുടെ സ്വന്തം പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോടാണ് ചോദ്യം. ഈ VS സുനിൽകുമാർ തൃശ്ശൂർ മത്സരിക്കുന്നത് നിങ്ങളുടെ ചിഹ്നമായ CPI-യുടെ ചിഹ്നം നിലനിർത്താൻ വേണ്ടിയിട്ടാണോ? കാരണം നിങ്ങളുടെ തന്നെ ഇടതുപക്ഷത്തിന്റെ ഒരു നേതാവ് പറയുകയുണ്ടായി, ഇവിടെ ഞങ്ങൾ മത്സരിച്ച് നമ്മൾ തോറ്റു കഴിഞ്ഞാൽ ഇവിടെ പഴുതാരയുടെ ചിഹ്നം അല്ലെങ്കിൽ ഏനാമ്പേച്ചി ഉൾപ്പെടെയുള്ള ചിഹ്നത്തിൽ മത്സരിക്കേണ്ട ഗതികേട് CPM-നും CPM-നും വരും. അതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും ജയിച്ചേ പറ്റൂ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത് ചിഹ്നം നിലനിർത്താൻ വേണ്ടിയിട്ടാണോ അതോ ഈ വർഗീയ ഫാസിസ്റ്റുകൾക്കെതിരെയുള്ള പോരാട്ടമാണോ നിങ്ങളുടേത്? വളരെ കൃത്യമായിട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇന്ത്യ രാജ്യം ഭരിക്കുന്ന വംശീയമായി മതപരമായി ഭിന്നിപ്പിക്കുന്ന കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന ഒരു ഗവൺമെന്റിനെ ഭരണാധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലാണ് ഞങ്ങൾ ഇടപെടുന്നത് എന്ന കാര്യം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അരിവാൾ താന്റെക്കെതിരെ ഈ സുഹൃത്തിനെ അറിയുമെന്നറിയില്ല, ഇന്ത്യ രാജ്യത്ത് ചിഹ്നം മാറാത്ത ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയുള്ളൂ, അത് CPI ആണ്. അതിന്റെ ചിഹ്നമാണ് താന്റെക്കെതിരെ. ഞങ്ങളൊന്നും മാറിയിട്ടില്ല. അല്ല, നിങ്ങള് ഇത് എന്ന് തുടങ്ങിയതാണെന്നറിയോ? തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആ ചിഹ്നത്തിന്റെ കഥയാണ് ആ സുഹൃത്ത് പറഞ്ഞത്. മരപ്പട്ടിയും മീനാമ്പേച്ചിയും ബാലറ്റിൽ കയറാതിരിക്കാനുള്ള പോരാട്ടമാണെന്ന് പറഞ്ഞു. ഞങ്ങളല്ല, ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ നേതാവാണ്. ഇനി അങ്ങ് അറിയേണ്ട ഒരു കാര്യം, നാട്ടുകാർ ചോദിച്ച പോലെയല്ല. എനിക്ക് മനസ്സിലായൊരു ചോദ്യം ചോദിക്കാണ്ട്. ഈ പറപ്പൂക്കര പട്ടികജാതി സഹകരണ സംഘത്തിലെ പാവപ്പെട്ട 200 പട്ടികജാതിക്കാരുടെ
പറ്റിച്ചെടുത്ത 500 കോടി രൂപ CPI നേതാവ് സഖാവ് ജയലലാലിനെ കൊണ്ട് അങ്ങ് തിരിച്ചു കൊടുപ്പിക്കുമോ? സുനിൽ കുമാർ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല? ഉത്തരം പറയൂ. ഇല്ലില്ല, അല്ല, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് ഇവിടെ ഏതെങ്കിലും ഒരു ബാങ്കിലെ കാര്യം ബാങ്കിൽ പറയൂ. ജീവനുണ്ടെങ്കിൽ മറുപടി പറയില്ല. ഇവിടെ ഞാൻ പറഞ്ഞോളാം സമയം അവസാനിക്കുകയാണ്. ദയവായി എല്ലാവർക്കും അവസരം, പരമാവധി പേർക്ക് അവസരം തന്ന് പരമാവധി പേർക്ക് അവസരം തന്നു. ഇനിയിപ്പോ നമ്മുടെ സമയം അവസാനിക്കുകയാണ്. നമ്മുടെ ഈ ചേച്ചി എങ്ങനെ പോരാട്ടം നടത്തിയാലും ഈ രാഷ്ട്രീയത്തെ തകർക്കാൻ പറ്റില്ല. അത് അത്ര ശക്തമാണ് UDF രാഷ്ട്രീയം. വിശിഷ്ടാതിഥികളായ 3 പേർ പങ്കെടുത്തു. ഈ പ്രധാനപ്പെട്ട തൃശ്ശൂരിലെ വളരെ പ്രബുദ്ധരായ ജനത അവരുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. മണിപ്പൂരും ഒക്കെ നമ്മുടെ ചർച്ചകളിൽ കടന്നുപോയി. നമുക്ക് അവസാനിപ്പിക്കണം. ദേശീയ രാഷ്ട്രീയം മുതൽ ഈ തൃശ്ശൂരിലെ ഏറ്റവും ലോക്കലായ രാഷ്ട്രീയം വരെ ചർച്ച ചെയ്തു. എന്തായാലും ഓരോ പാർട്ടിക്കാർക്ക് അവരവരുടെ നിലപാടാവും. ഇതുകൊണ്ടൊന്നും നിലപാട് മാറുമെന്ന് തോന്നുന്നില്ല. പക്ഷേ നിഷ്പക്ഷമായി മാറി നിൽക്കുന്ന കാണുന്നവർക്ക് ഏത് പാർട്ടിയുടെ നിലപാടാണെന്ന് കൂടുതൽ വ്യക്തമാക്കാൻ തൃശ്ശൂർ ജനതയ്ക്ക് ന്യൂസ് 18ന്റെ 1000 നന്ദി. ഈ ചർച്ച വലിയ വിജയമാക്കി തീർത്തതിനാൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളോടും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ഗോദ നാളെ മറ്റൊരു സ്ഥലത്തേക്ക്. Goda, co-presented by Berger Paints, 100 Years of Trust, and ICL FinCorp. ICL FinCorp, the intelligent choice. Co-powered by Chungat Jewelry. Chungat Jewelry Lightweight Gold in the 8th പുതിയ collection.